بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധ ഹജ്ജ് കർമ്മം ലക്ഷ്യം വെച്ച് എത്തിയിട്ടുള്ള, മക്കയിലെത്തിയിട്ടുള്ള വിശ്വാസികൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. യൗമു തർവിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ദുൽഹിജ്ജ 8-നാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന്, താമസിക്കുന്ന ഇടത്തിൽ നിന്ന് ഇഹ്റാം കെട്ടി മിനയിലേക്ക് ദുൽഹിജ്ജ 8-ന് ഹാജിമാർ പുറപ്പെടുന്ന ആ ദിവസം യൗമു തർവിയ, ദാഹമകറ്റുന്ന ദിവസം എന്നാണ് ഇസ്ലാമിൻ്റെ ഭാഷയിൽ അറിയപ്പെടുന്നത്. ദുൽഹിജ്ജ 9 ഹാജിമാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഹജ്ജു അറഫ ഫമൻ അദ്റക അറഫ ഫഖദ് അദ്റകൽ ഹജ്ജ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. ആ അറഫ ഒരാൾക്ക് കിട്ടിയാൽ അവന് ഹജ്ജ് കിട്ടി. അത്രമാത്രം പ്രാധാന്യമുള്ള ദിവസമാണ് ദുൽഹിജ്ജ 9 എന്ന് പറയുന്നത്. അന്ന് രാവിലെ മുതൽ മഗ്രിബ് വരെ ഹാജിമാർ അറഫയിൽ നിന്ന് ദുആ ചെയ്യുന്നു, ഇസ്തിഗ്ഫാറുകൾ, തൗബകൾ ഒക്കെ നിർവഹിക്കുന്നു. തൗബകൾക്കും ഇസ്തിഗ്ഫാറുകൾക്കും അത്രയേറെ പ്രാധാന്യവും പ്രതിഫലവുമുള്ള ദിവസമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിനം കൂടിയാണ് അറഫ ദിനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. ദുൽഹിജ്ജ 9-ന് പൂർണ്ണമായും മഗ്രിബ് വരെ അറഫയിൽ നിന്ന് പിന്നീട് മുസ്ദലിഫയിലേക്ക് എത്തി അവിടെ നിന്നാണ് മഗ്രിബും ഇശാഉം ഒന്നിച്ച് ഹാജിമാർ നമസ്കരിക്കുന്നത്. അന്ന്
രാത്രി പ്രത്യേകിച്ചൊരു കർമ്മവുമില്ല. അന്നത്തെ കർമ്മം എന്ന് പറയുന്നത് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്, വിശ്രമിക്കുക എന്നുള്ളതാണ്. പിറ്റേന്ന് ദുൽഹിജ്ജ 10 യൗമുൻ നെഹർ എന്നാണ് അറിയപ്പെടുന്നത്, അറവിൻ്റെ നാൾ, അറവിൻ്റെ ദിവസം എന്ന്. അന്ന് ഹജ്ജിന് പോയിട്ടുള്ളവർക്ക് ജംറത്തുൽ അഖബയിൽ 7 തവണ കല്ലെറിയുന്നു, അറവ് നിർവഹിക്കുന്നു, മുടിയെടുക്കുന്നു. അതേപോലെ തവാഫുൽ ഇഫാദ എന്ന പേരിൽ അറിയപ്പെടുന്ന തവാഫ് നിർവഹിക്കുന്നു. പിന്നീട് സഫാ മർവയ്ക്കിടയിൽ സഅയ് നിർവഹിക്കുന്നു. അത് കഴിഞ്ഞാൽ ദുൽഹിജ്ജ 11, 12, 13 അറിയപ്പെടുന്നത് അയ്യാമു തശ്രീഖ് എന്നാണ്. അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങൾ. ഈ ദിവസങ്ങളിലാണ് ജംറത്തു സുഗറയിലും കുബറയിലും വുസ്തയിലുമൊക്കെയായി 7 വീതം കല്ലുകൾ ഹാജിമാർ എറിയുന്നത്. അതോടുകൂടി ഹജ്ജ് കർമ്മം പൂർത്തിയാവുകയും പിന്നീട് തവാഫുൽ വിദാ എന്ന് പറയും. വിദാഇൻ്റെ, വിടവാങ്ങലിൻ്റെ തവാഫ് എന്ന് പറയും. ഒരാൾ മക്കയിലേക്ക് പോയി ഹജ്ജ് കർമ്മം നിർവഹിച്ച് മക്കയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ അവസാനമായി നിർവഹിക്കേണ്ട കർമ്മമാണ് തവാഫുൽ വിദാ, വിദാഇൻ്റെ തവാഫ്. അത് നിർബന്ധമാണ്. അതും നിർവഹിച്ചാണ് ആളുകൾ പരിശുദ്ധ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് അവരവരുടെ നാടുകളിലേക്ക് മടങ്ങുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് കർമ്മം ചെയ്ത ശേഷം സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, ഖുദൂ അന്നി മനാസിക്കക്കും, എന്നിൽ നിന്നാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പഠിച്ച് ഇതുപോലെ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക കൃത്യമായി നമുക്ക് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന ആ വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിച്ചത്. പിന്നീട് 3 മാസം മാത്രമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നതെന്നാണ്. ദുൽഹിജ്ജ മാസത്തിൽ കർമ്മം കഴിഞ്ഞ് മുഹറവും സഫറും കഴിഞ്ഞ് റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സംഭവിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരേ ഒരു ഹജ്ജ് കർമ്മമാണ് ചെയ്തത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു തവണയാണ് അത് നിർബന്ധമായിട്ടുള്ളത്. അതിന് ആരോഗ്യവും സമ്പത്തും സാഹചര്യവും എല്ലാം ഒത്തുചേർന്നവർ ഒരു തവണ നിർവഹിച്ചാൽ അവരുടെ നിർബന്ധ കടമ അവിടെ പൂർത്തീകരിക്കപ്പെട്ടു. പിന്നീട് അവർ വീണ്ടും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് സുന്നത്താണ്, അവർക്ക് ഫർളല്ല, സുന്നത്താണ്. അതിനേറെ പ്രതിഫലമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ആ ഹജ്ജ് കർമ്മം നിർവഹിച്ച സമയത്ത് അന്ന് ഇതുപോലെയുള്ള ഉച്ചഭാഷണികളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഏതാണ്ട് 100,000 അതിന് മേലെയോ ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് അറഫ പ്രഭാഷണം നിർവഹിച്ചു. ആ പ്രഭാഷണം ഇന്നും ഹറമിലെ വലിയ പണ്ഡിതന്മാർ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ആ അറഫ പ്രഭാഷണം നിർവഹിക്കുന്നുണ്ട്, മസ്ജിദിൻ നബവിയിൽ വെച്ചുകൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ച് അന്ന് നിർവഹിച്ച പ്രഭാഷണം ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് പ്രവാചകന്റെ ആ സംസാരം അവിടെ കൂടിയ ആളുകളെ മുഴുവൻ റബ്ബ് കേൾപ്പിച്ചു എന്നുള്ളതാണ്. മുഅ്ജിസത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയുള്ള ആളുകളെ മുഴുവൻ ആ പ്രഭാഷണം കേൾപ്പിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കുറഞ്ഞ സമയമാണ് അറഫയിൽ വെച്ച് പ്രഭാഷണം നിർവഹിച്ചത്. പക്ഷേ അതെന്നെന്നും ഓർക്കപ്പെടുന്ന, എന്നെന്നും സ്മരിക്കപ്പെടുന്ന, ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു പ്രഭാഷണമായി അത് മാറുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറയുന്നുണ്ട്, അയ്യുഹന്നാസ് ഇസ്മഉ മിന്നി ഉബയ്യിനു ലക്കും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ. റസൂലുള്ള പറയാണ്, മനുഷ്യന്മാരെ, ഇസ്മഉ മിന്നി, ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഉബയ്യിനു ലക്കും, ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം, വിശദീകരിച്ചു തരാം. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ. ഈ വർഷം കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ സ്ഥലം, ഈ നിൽപ്പിൻ്റെ ഈ ദിനം കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ കണ്ടുമുട്ടാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ആ സമയത്താണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫത്ഹ്, സൂറത്തുൻ നസ്ർ എന്നറിയപ്പെടുന്ന ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ
ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബാ. അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നെത്തിക്കഴിഞ്ഞാൽ ആളുകൾ കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്നത് നീ കാണുകയും ചെയ്താൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബാ. നീ നിന്റെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങണം, നിന്റെ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. ആ സൂറത്തിന്റെ അവതരണം അറഫയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ സൂറത്ത് അവതരിച്ചപ്പോൾ അവിടെയുള്ള സ്വഹാബികളിൽ കിബാറുകളായ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ മനസ്സിലാക്കി. അവർ പറയുകയാണ്, ലൈസ ബഅദൽ കമാലി ഇല്ല നുഖ്സാൻ. പൂർണ്ണതയ്ക്ക് ശേഷമുള്ളത് പൂർണ്ണതയല്ല, അപൂർണതയാണ്, പിന്നെ കുറവാണ്, പിന്നെ താഴേക്കാണ് വരിക. ആ അപൂർണത എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. പ്രവാചകൻ തന്റെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ഈ സൂറത്തിന്റെ അവതരണത്തിലൂടെ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമാ പോലെയുള്ള സ്വഹാബികൾ പ്രവാചകൻ പറയാതെ തന്നെ അത് മനസ്സിലാക്കി എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ സംബോധന ചെയ്തുകൊണ്ട് കസ്വ എന്ന പേരുള്ള പ്രവാചകൻ തന്റെ ആ ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ട് സ്വഹാബത്തിനോട് പറയാൻ, വഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും. തീർച്ചയായും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും അഭിമാനവും നിങ്ങളുടെ മേൽ പവിത്രമാണ്. ഇലാ അൻ തൽഖൗ റബ്ബക്കും. നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ. ഏതുപോലെ? കഹുർമത്തി യൗമിക്കും ഹാദാ. അറഫ എന്ന മഹത്തായ ഈ ദിവസത്തിന്റെ പവിത്രത പോലെ. ഫീ ശഹരിക്കും ഹാദാ. ദുൽഹിജ്ജ മാസം എന്ന ഈ മാസത്തിന്റെ പവിത്രത പോലെ. ഫീ ബലദിക്കും ഹാദാ. മക്ക എന്ന ഈ നാടിന്റെ പവിത്രത പോലെ നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും അത് പവിത്രമാണ്, അത് വിശുദ്ധമാണ്. റസൂലുള്ളാഹി പറയാൻ, ആ വിശുദ്ധി നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഒരാളും മറ്റൊരു മനുഷ്യന്റെ മനസ്സിന് നോവുന്ന വർത്തമാനം പറഞ്ഞിട്ട് അവന്റെ ആത്മാവിന് അല്ലെങ്കിൽ അവൻ ആത്മക്ഷതമുണ്ടാക്കരുത്, അവന്റെ ആത്മാഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ ഖുർആനിലേക്ക് നോക്കിയാൽ ആ രക്തത്തിന്റെ പവിത്രത എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആയത്തുകളുണ്ട്. അതേപോലെ തന്നെ അഭിമാനത്തിന്റെ മഹത്വം ഖുർആൻ പറയുന്നുണ്ട്. വലാ യഗ്തബ് ബഅദുകും ബഅദാ. പരസ്പരം നിങ്ങൾ ഗീബത്ത് പറയരുത്. കാരണം എന്താ? ഗീബത്ത് ഒരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തലാണ്. നമീമത്ത് ഒരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തലാണ്. അതേപോലെ പരിഹാസം ഒരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തലാണ്. സമ്പത്തിന്റെ വിഷയത്തിൽ തൻ്റെ പോക്കറ്റിലേക്ക് താൻ വരുമാനമായി ഉണ്ടാക്കുന്നത് ഒരാളുടെയും പിടിച്ചു പറിച്ചിട്ടല്ല, ഒരാളിൽ നിന്നും അന്യായമായി തട്ടിയെടുത്തിട്ടല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണമെന്നാ. ഒരു ഫിൽസ് പോലും ഹറാം നമ്മളിലേക്ക് വരരുത്. എത്രയേറെ ഹലാലായ മാർഗത്തിൽ ഉണ്ടാക്കിയിട്ടും ഹറാം ഒരൽപ്പം കടന്നു വന്നാൽ അത് മുഴുവൻ ഹറാമായി മാറും. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലൂ അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. സൂറത്തുൻ നിസായിലെ 29-ാം വചനം. അല്ലയോ മനുഷ്യരെ, അല്ലയോ വിശ്വാസികളെ, ലാ തഅകുലൂ അംവാലക്കും ബിൽ ബാത്തിൽ ബൈനക്കും ബിൽ ബാത്തിൽ. അന്യായമായി നിങ്ങൾ ആരുടെയും സ്വത്തുക്കൾ ആഹരിക്കരുത്, തിന്നരുത്. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അപ്പം സമ്പത്തിനും അഭിമാനത്തിനും രക്തത്തിനും പവിത്രതയുണ്ടെന്നാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലിശയെ പറ്റിയ പറയുന്നത്. പലിശ ഒരുപാട് ദിർഹമുകളും ദീനാറുകളും പലിശ ഇടപാടുകൾ നടത്തിയ സഹാബികളാണെന്ന് അവിടെ അറഫയിൽ ഹജ്ജിന് വന്ന് നിൽക്കുന്നത്. പലിശ ഇടപാടിൽ ഒരുപാട് കിട്ടാനുള്ളവരുണ്ട്, ഒരുപാട് കൊടുക്കാനുള്ളവരുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, പലിശയെ ഞാൻ എൻ്റെ കാൽ കീഴിൽ കുടിച്ചു മൂടുകയാണ്. ഇനി ഒരാളും പലിശയുടെ പണം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങാനോ കൊടുക്കാനോ ഒന്നും പാടില്ല. അതേപോലെ സാഹോദര്യ ബന്ധത്തിന്റെ പ്രാധാന്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നി പറയുന്നു. സ്ത്രീകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം റസൂലുള്ളാഹി ഊന്നി പറയുന്നു. ദുരഭിമാന കൊലകൾ ജാതിയുടെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ പേരിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി ഊന്നി പറയുന്നു. യാ അയ്യുഹന്നാസ്,
അലാ ഇന്ന റബ്ബക്കും വാഹിദ്, അല്ലയോ മനുഷ്യരെ, നിങ്ങളുടെ റബ്ബ് ഏകനാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ ഉപ്പയൊരാളാണ്, നിങ്ങളുടെ വാപ്പയൊരാളാണ്, അത് ആദമാണ്. ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജ്മിയ്യിൻ വലാ ലി അജ്മിയ്യിൻ അലാ അറബിയ്യിൻ, ഒരറബിയേക്കാൾ അനറബിയേക്കാൾ അറബിക്കോൾ ശ്രേഷ്ഠതയില്ല. വലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജ്മിയ്യിൻ വലാ ലി അജ്മിയ്യിൻ അലാ അറബിയ്യിൻ വലാ അഹ്മറ അലാ അസ്വദ്, കറുത്തവനെ ചുവന്നവനേക്കാൾ അല്ലെങ്കിൽ വെളുത്തവനേക്കാൾ, വലാ അസ്വദ അലാ അഹ്മർ എന്നിങ്ങനെ നബി പറയാണ്. അവസാനം പറഞ്ഞു ഇല്ലാ ബി തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ ഒരാളും മറ്റൊരാളെക്കാൾ ശ്രേഷ്ഠനാകുന്നില്ല എന്ന്. ഇങ്ങനെ കുറേയേറെ ഉപദേശങ്ങൾ വളരെ ഹ്രസ്വമായ സമയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് കൈമാറിയതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ദൗത്യം, ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, അതേ നബിയെ, ഈ ദൗത്യം അങ്ങ് ഞങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു എന്ന് സ്വഹാബത്ത് മറുപടി കൊടുക്കുമ്പോൾ നബി പറയാണ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ നീ ഇതിന് സാക്ഷിയാണ്, ഈ പാരാവാരത്തിന് നീ സാക്ഷിയാണ്, ഈ ദിനത്തിന് സാക്ഷിയാണ്, ഈ സംസാരത്തിന് നീ സാക്ഷിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതോടുകൂടി നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകന്റെ ദൗത്യം പൂർണ്ണമാവുകയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ദിനങ്ങളിലേക്ക് കടക്കുകയും ചെയ്യാണ് എന്നെന്നും ഓർക്കപ്പെടുന്ന ഈ അറഫ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ഇന്നും അറഫ പ്രഭാഷണത്തിൽ പണ്ഡിതന്മാർ, ഇമാമുകൾ ആവർത്തിച്ച് ഉണർത്തുന്നത് കാണാം. ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോരോ കാര്യങ്ങളും പ്രിയമുള്ളവരെ നമ്മളും പാഠമാക്കേണ്ടതാണ്, നമ്മളും ഉൾക്കൊള്ളേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതനുസരിച്ച് ജീവിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു പെരുന്നാൾ ദിനം കൂടി നമ്മളിലേക്ക് ആഗതമാവുകയാണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ ഈ വരുന്ന തിങ്കളാഴ്ച യൗമു തർവിയ എന്നറിയപ്പെടുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുൽഹിജ്ജ 8 അതേപോലെ തന്നെ ചൊവ്വ ദുൽഹിജ്ജ 9 അറഫ ദിനവുമാണ്. നമുക്കറിയാം അറഫ നോമ്പിന്റെ മഹത്വം വലുതാണ്. നാം കഴിഞ്ഞ ഖുതുബകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ പ്രത്യേകമായും പൊതുവായും നോമ്പിന്റെ ഫദ്ല് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അറഫ നോമ്പെന്ന് പറയുമ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും അതേപോലെ വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറിയ പാപങ്ങൾ പൊറുക്കാൻ പര്യാപ്തമാണ് അറഫ നോമ്പെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മളത് മറന്നു പോകരുത്, നമ്മളത് വിട്ടുപോകരുത്. അതിൻ്റെ മഹത്വം മനസ്സിലാക്കി തന്നെ ആ നോമ്പ് എടുക്കാൻ ശ്രദ്ധിക്കണം. പെരുന്നാളിന് വരുന്ന നമ്മൾ അതിൻ്റെതായ സുന്നത്തുകളൊക്കെ എടുത്തുകൊണ്ട് തന്നെയാണ് പെരുന്നാൾ നമസ്കരിക്കാൻ വരേണ്ടത്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ തക്ബീറുകളും തഹ്ലീലുകളും ഹംദുകളും ഒക്കെ വളരെ പുണ്യകരമാണ്. എന്നാൽ അറഫാ ദിനത്തിൽ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ആ സമയം തൊട്ട് അയ്യാമു തശ്രീഖിന്റെ അസ്ർ വരെ, ദുൽഹിജ്ജ 13 അസ്ർ വരെ പ്രത്യേകം തക്ബീറുകൾ സുന്നത്താണ്. ആ തക്ബീറുകൾ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. നമസ്കാര ശേഷമടക്കമുള്ള സമയങ്ങളിൽ ചെറിയ പെരുന്നാളിന് എന്തെങ്കിലും കഴിച്ച്, ഈത്തപ്പഴമോ മറ്റോ ഒക്കെ കഴിച്ച് പെരുന്നാളിന് നിങ്ങൾ എത്തണം, നമസ്കരിക്കാൻ എത്തണം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അതിന് നേരെ വിപരീതമായിട്ടാണ് വലിയ പെരുന്നാളിൻ്റെ പറഞ്ഞത്. ഒന്നും കഴിക്കാതെ നിങ്ങൾ ആ ഒരു ത്യാഗത്തിൻ്റെ ചരിത്രവും മറ്റുമൊക്കെ ഓർത്തുകൊണ്ട് നിങ്ങൾ പെരുന്നാൾ നമസ്കാരത്തിലേക്ക് എത്തുക എന്നതാണ്. ആ പെരുന്നാൾ ഖുതുബ ശ്രവിക്കുക, അന്ന് മഹത്വം പറഞ്ഞിട്ടുള്ള പ്രത്യേകമായ ദാനധർമ്മങ്ങൾ നിർവഹിക്കുക, ഇതൊക്കെ ആ ദിവസത്തിൽ പ്രത്യേകം സുന്നത്തായിട്ടുള്ളതാണ്. കഴിഞ്ഞ ചെറിയ പെരുന്നാൾ നമസ്കാരം നമ്മളിവിടെ പള്ളിയിൽ വെച്ച് തന്നെയായിരുന്നു. വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട്
നമസ്കരിച്ചത്. ഇൻഷാ അല്ലാഹ് ബലിപെരുന്നാൾ നമസ്കാരവും നമ്മുടെ ഈ പള്ളിയിൽ വെച്ചായിരിക്കും. ഇൻഷാ അല്ലാഹ് വരുന്ന ബുധനാഴ്ച രാവിലെ 5:05 നമ്മുടെ പെരുന്നാൾ നമസ്കാരം നടക്കുക. നേരത്തെ എത്തി തക്ബീറുകൾ ചൊല്ലി ഇരുന്ന് നമസ്കരിക്കുക എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്ത്. നേരത്തെ എത്തി ആ നിലയ്ക്ക് അതിൻ്റെ എല്ലാ ഫضലുകളും പ്രതിഫലങ്ങളും നേടിയെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പുണ്യകർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ മീസാനിന് കനം കൂട്ടാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മിലെ വീഴ്ചകളെ റഹ്മാനായ റബ്ബ് പുറത്തു തരട്ടെ. നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. കുവൈറ്റിലെ ഹസാവിയിൽ ദീർഘകാലം ഉണ്ടായിരുന്ന നാട്ടിലായിരുന്നു അദ്ദേഹം. ജമാൽ സാഹിബ് എന്ന് പറയും. അദ്ദേഹം പ്രബോധന പ്രവർത്തന രംഗങ്ങളിലെല്ലാം വളരെ സജീവമായിരുന്നു. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട വിവരം അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സഹോദരന് പുറത്തു കൊടുക്കുമാറാവട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.